കുടിയേറ്റം കൊണ്ട് ചരിത്രപ്രസിദ്ധമായ മലബാറിന്റെ മണ്ണിൽ ഇരവഞ്ഞിപ്പുഴയുടെ തീരത്ത് 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി സെന്റ് അൽഫോൻസ സൺഡേ സ്കൂൾ വലിയകൊല്ലി. മലബാറിന്റെ സാംസ്കാരിക ഭൂമിയിൽ വേരൂന്നിയതിനാൽ തന്നെ പാഠ്യാനുബന്ധ രംഗത്തും കലാ സാംസ്കാരിക രംഗത്തും തനതായ പ്രവർത്തനങ്ങൾ നടത്തി താമരശ്ശേരി രൂപതയിലെ മികച്ച സൺഡേ സ്കൂളുകളുടെ പട്ടികയിൽ സ്ഥാനമുറപ്പിക്കുവാൻ നമ്മുടെ സൺഡേ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഈശോയെ തേടിയെത്തുന്ന നൂറുകണക്കിന് കുരുന്നുകൾക്ക് ഈശോയെ അനുഭവിച്ചറിയുവാൻ അവസരമൊരുക്കിക്കൊണ്ട് സെന്റ് അൽഫോൻസ സൺഡേ സ്കൂൾ വലിയകൊല്ലി അതിന്റെ ചൈത്രയാത്ര തുടരുന്നു. കേവലം പാഠ്യപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുട്ടികളിൽ ഹൃദയവിശാലതയും ഈശ്വരവിശ്വാസവും സാമൂഹിക ബോധത്തിന്റെ നേരറിവുകൾ പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന വിധം തനതായ രീതിയിൽ പഠനാസൂത്രണം നടത്തുവാൻ നമ്മുടെ സൺഡേ സ്കൂൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മികച്ച നിലവാരം പുലർത്തുന്ന നമ്മുടെ സൺഡേ സ്കൂളുകളിൽ 123 കുരുന്നുകൾ 13 അധ്യാപകരുടെയും 3 സമർപ്പിതരുടെയും കീഴിൽ ഈശോയെ അനുഭവിക്കുന്നു. ഇടവക വികാരി റവറന്റ് ഫാദർ ജിയോ പുതുശ്ശേരി പുത്തൻപുരയ്ക്കലിന്റെയും ഹെഡ്മാസ്റ്റർ സ്റ്റെഫിൻ വട്ടക്കുന്നേലിന്റെയും സെക്രട്ടറി മാത്യൂസ് കുണങ്ങരത്തൊട്ടിയുടെയും കരുത്തുറ്റ കരങ്ങളിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ സൺഡേ സ്കൂളിന് കൈത്താങ്ങായി ബ്രദർ ഡിജുമോൻ, PTA പ്രതിനിധികളായ ബിനോയ് മുതുപ്ലാക്കൽ, ജയ മുട്ടുങ്കൽ, സ്കൂൾ ലീഡർ ജോഷ് ചുണ്ടങ്ങയിലും ഒപ്പമുണ്ട്. രാവിലെ 8 മണിയുടെ വിശുദ്ധ കുർബാനയോടെ നമ്മുടെ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നു. 7:50 എത്തിച്ചേരുന്ന കുരുന്നുകൾക്ക് വിശ്വാസ പരിശീലകരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള അവബോധം നൽകുന്നു. കാഴ്ച സമർപ്പണം, വിശുദ്ധ ഗ്രന്ഥവായന എന്നിവയ്ക്ക് ഓരോ ആഴ്ചയും ഓരോ ക്ലാസുകൾ നേതൃത്വം വഹിക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രതിജ്ഞയും സഭാവാർത്തകളും വിശുദ്ധരെ പരിചയപ്പെടുത്തലും നടത്തുന്നു. അതോടൊപ്പം LP സെക്ഷനിൽ നിന്നും ഹൈസ്കൂൾ സെക്ഷനിൽ നിന്നും സൺഡേ സ്റ്റാറിനെ തിരഞ്ഞെടുക്കുന്നു. ബൈബിൾ നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ പള്ളി അങ്കണത്തിലും 5 മുതൽ +2 വരെ പാരിഷ് ഹാളിലും പരിശീലനം നേടിവരുന്നു. എല്ലാ ക്ലാസ്സിലും 2 ലീഡേഴ്സുമുണ്ട്. 2 സെമസ്റ്റർ എക്സാമിന് മുൻപും മോഡൽ എക്സാമുകൾ നടത്തുന്നത് പരീക്ഷയെ നേരിടുവാൻ കുട്ടികളെ സഹായിക്കുന്നു. വിശ്വാസ പരിശീലനം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശുദ്ധരുടെ നാമധേയത്തിലുള്ള 4 ഗ്രൂപ്പുകളായി തിരിക്കുന്നത് വിശുദ്ധരെ ആഴത്തിൽ അറിയുവാൻ കുട്ടികളെ സഹായിക്കുന്നു. കുട്ടികളിൽ ആത്മീയ ചിന്തകൾ ഉയർത്തുന്ന നല്ല പുസ്തകങ്ങളുടെ ശേഖരം വലിയകൊല്ലി വിശ്വാസ പരിശീലനത്തിനുണ്ടെന്നത് അഭിമാനകരമാണ്. ലൈബ്രറിയിനായി ആൽഫിൻ സാർ സേവനം ചെയ്തു വരുന്നു. എല്ലാ ക്ലാസുകളിലും ലൈബ്രറി പുസ്തകം നൽകുന്നത് വഴി കുട്ടികളിൽ വായനാശീലം വളരുന്നു. മെയ് 18 ബെഥാനിയ റിട്രീറ്റ് സെന്റർ പുലരാമ്പാറയിലെ എമ്മാവോസ് മീറ്റോട് കൂടി താമരശ്ശേരി രൂപതയിലെ ഈ വർഷത്തെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. അതിൽ ഇടവകയിലെ എല്ലാ ടീച്ചേഴ്സും പങ്കെടുത്തു. 2024 ജൂൺ 2-ാം തീയതി പ്രവേശനോത്സവത്തോടെ നമ്മുടെ ഇടവകയിലെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അന്നേ ദിവസം 2023-24 അധ്യയന വർഷത്തെ സമ്മാനദാനവും സംഘടനകളായ തിരുബാല സഖ്യം, മിഷലി ക്രിസ്ത്യൻ പ്രവർത്തന വർഷ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട ഫാദർ ജിയോ പുതുശ്ശേരി പുത്തൻപുരയിൽ അച്ഛൻ നിർവഹിച്ചു. ഈ വർഷം ബൈബിൾ നഴ്സറിയിലേക്ക് 16 കുട്ടികളാണ് കടന്നു വന്നത്. അന്നേ ദിവസം തന്നെ അസ്പെക്ട് പരീക്ഷയിൽ ഏറ്റവും മികച്ച മാർക്ക് നേടിയ അധ്യാപകരെയും 12 വർഷത്തെ വിശ്വാസ പരിശീലന കാലഘട്ടത്തിൽ 1 ഹാജർ മാത്രം നഷ്ടമായ വിദ്യാർത്ഥിനി അൽഫോൻസ ചെറിയലിനെയും പ്രത്യേകം ആദരിക്കുകയുണ്ടായി. 2024 ജൂൺ 2-ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനും വിശ്വാസ പരിശീലകരും ഒരുമിച്ച് കരിമ്പ് റിസോർട്ടിലേക്ക് പിക്നിക് നടത്തുകയും ചെയ്തു. 2024 ജൂൺ 28-ന് വിശ്വാസ പരിശീലന തുടക്കക്കാർക്കായി മേരിക്കുന്ന് PMOCയിൽ വെച്ച് ആമുഖ സെമിനാർ നടത്തുകയും ഇടവകയിൽ നിന്നും ആൽഫിൻ സാർ, മാത്യു സാർ, പ്രിൻസി ടീച്ചർ എന്നിവർ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. കോടഞ്ചേരിയിൽ വെച്ച് നടന്ന ലൂമിന പ്രോഗ്രാമിൽ നമ്മുടെ ഇടവകയിലെ 10ാം ക്ലാസ്സിലെയും +1 +2വിലെയും മുഴുവൻ കുട്ടികളും പങ്കെടുത്തു. അതുപോലെ ജൂലൈ 14-ന് നടന്ന ഏഞ്ചൽസ് മീറ്റിൽ ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാ കുട്ടികളും പങ്കെടുത്തു. ആഗസ്റ്റ് 4-ന് വൈദിക ദിനത്തോടനുബന്ധിച്ച് വികാരി അച്ഛന് പൂച്ചെണ്ട് നൽകി അനുമോദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. സെപ്റ്റംബർ 17-ന് നടത്തിയ മിഷൻ ലീഗ് മേഖലാതല മത്സരങ്ങൾക്ക് വിവിധ മത്സര ഇനങ്ങളിൽ ഇടവകയിലെ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും A+ ഗ്രേഡ് നേടുകയും ചെയ്തു. ഈ വർഷം മേഖലാ രൂപത കലാമത്സരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചു. കൂടാതെ പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന മത്സരത്തിൽ ബൈബിൾ വായനയിൽ ഫസ്റ്റ് വിത്ത് A ഗ്രേഡ് ജോഷ്വിൻ പുത്തൻപുരയ്ക്കും സൂപ്പർ സീനിയർ വിഭാഗത്തിൽ പ്രസംഗത്തിന് സ്റ്റെഫിൻ വട്ടക്കുന്നേൽ A ഗ്രേഡും കരസ്ഥമാക്കി.
സെപ്റ്റംബർ 29 നടന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മുഴുവൻ കുട്ടികളും പങ്കെടുക്കുകയും ജൂനിയർ വിഭാഗത്തിൽ ജോഷ്വിൻ പുത്തൻപുരയ്ക്കും സൂപ്പർ സീനിയർ വിഭാഗത്തിൽ ചിന്നമ്മ കുളങ്ങര തൊട്ടിയിലും നല്ല മാർക്ക് വാങ്ങുകയും ചെയ്തു. ഒക്ടോബർ 6 ലഹരി ദിനത്തോടനുബന്ധിച്ച് എല്ലാ ക്ലാസുകളിലും പ്രതിജ്ഞ ചൊല്ലുകയും അധ്യാപകർ ലഹരിയുടെ ദോഷവശങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നൽകുകയും ചെയ്തു. ഒക്ടോബർ 20 മിഷൻ ഞായർ ആചരിക്കുകയും വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മിഷൻ പിരിവിന് പോവുകയും ചെയ്തു. 8 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിവിധ ഗെയിമുകളും നടത്തി. ഒക്ടോബർ 26 അധ്യാപകർക്കുള്ള പവർ സെൽ ചെമ്പുകടവ് പള്ളിയിൽ വെച്ച് നടത്തുകയും ഈ ഇടവകയിലെ എല്ലാ അധ്യാപകരും പങ്കെടുക്കുകയും ചെയ്തു. നവംബർ 4 മതാധ്യാപക ദിനം ആഘോഷിക്കുകയും എല്ലാ കുട്ടികളും അധ്യാപകരെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. നവംബർ 5 വേദപാഠ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കായി ഈ ഇടവകയിൽ ഫെയ്ത്ത് അറ്റ് ഹോം നടത്തുകയും വീടുകളിൽ നിന്നാണ് വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നതെന്നും ഓരോ മാതാപിതാക്കളും വിശ്വാസ പരിശീലന അധ്യാപകരാണെന്നും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നവംബർ 11 അർദ്ധവാർഷിക പരീക്ഷ നടത്തുകയും എല്ലാ കുട്ടികളും പരീക്ഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. നവംബർ 24 ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷമായി കൊണ്ടാടുകയും റാലി നടത്തുകയും ചെയ്തു. ഡിസംബർ 1 മിഷൻ ലീഗ് ഡയറക്ടർ റവറന്റ് ഫാദർ ജോർജ് വെള്ളാരം കാലായിലച്ചനും രൂപതാ ടീമംഗങ്ങളും ഇടവക സന്ദർശിക്കുകയും സെമിനാർ നടത്തുകയും ചെയ്തു. ഡിസംബർ 22 വിശ്വാസ പരിശീലന ഡയറക്ടർ റവറന്റ് ഫാദർ രാജേഷ് പള്ളിക്കാവയലിൽ അച്ഛൻ ഇടവക സന്ദർശിക്കുകയും എല്ലാവർക്കും വിശ്വാസ പരിശീലനത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ഡിസംബർ 25 പാതിരാ കുർബാനയ്ക്ക് ശേഷം വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിൽ നിന്നും ക്രിസ്മസ് സന്ദേശ മത്സരത്തിൽ ജോഷ്വിൻ ബ്രിജേഷും MCBSന്റെ കുട്ടിപ്രസംഗ മത്സരത്തിൽ എസ്ര എലിസബത്ത് ഷിബുവും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി. ജനുവരി 19 ബൈബിൾ ഞായർ ആഘോഷിക്കുകയും ചെയ്തു. ഈ വർഷത്തെ ഇടവക തിരുനാളിനോടനുബന്ധിച്ച് ഉണർവ് 2K25 എന്ന പേരിൽ മതബോധന വേദിയുടെയും മറ്റ് സംഘാടനകളുടെയും വാർഷികം സംഘടിപ്പിച്ചു. 25 വർഷം മതബോധന രംഗത്ത് സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട സാലി സിസ്റ്ററിനെയും ലവ്ലി ടീച്ചറിനെയും ഫാദർ ജിയോ പുതുശ്ശേരി പുത്തൻപുരയിൽ അച്ഛൻ മൊമന്റോ നൽകി ആദരിച്ചു. കുട്ടികളുടെ വിവിധ പരിപാടികളോടെ തിരുബാല സഖ്യദിനം സംഘടിപ്പിക്കുവാൻ സാധിച്ചു എന്നത് നമ്മുടെ മതബോധന വേദിയുടെ മികവ് എടുത്തുകാട്ടുന്നു. വിശ്വാസോത്സവം കുട്ടികളുടെ കളികളും ചിരിയും പാട്ടുകളും ഡാൻസുകളും കൊണ്ട് വേറിട്ടു നിന്നു. 2024-25 അധ്യയന വർഷത്തെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് അൽഫോൻസ സൺഡേ സ്കൂളിന് A+ ഗ്രേഡ് നേടുവാൻ സാധിച്ചു എന്നതിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. പഠനവും അറിവ് സമ്പാദനവും ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമുക്ക് ചുറ്റുമുള്ള ജീവനും ജീവികളും ജീവിതങ്ങളും മനുഷ്യനും പ്രകൃതിയും കാഴ്ചകളും ഈശ്വര ചിന്തയും കൂടിച്ചേരുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസമായി മാറുകയുള്ളൂ. കുരുന്നുകളിൽ മനുഷ്യ സ്നേഹത്തിന്റെയും ഈശ്വര ചിന്തയുടെയും കർത്തവ്യബോധത്തിന്റെയും തലങ്ങൾ വർണ്ണിക്കുവാൻ നിരന്തരം പരിശ്രമിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്ദി.